എന്താ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കും. അത് കേൾക്കാൻ വന്നിരിക്കട്ടോ. അല്ല അല്ലാന്നും വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു വീഡിയോയാണ് ഒരു യുവതിയും അതിൻ്റെ ചെറിയൊരു കുട്ടിയും ബാങ്കിനായിട്ട് മുസ്ലിം മതവിശ്വാസികൾ വളരെ ആദരവോടുകൂടി കാണുന്ന പ്രാർത്ഥനയ്ക്കുള്ള ബാങ്കിനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച. എത്ര സന്തോഷത്തോടെയാണ് അവരാ ബാങ്കിനെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ബാങ്ക് എന്നാണ് അവർ പറയുന്നത്. ആ ഹിന്ദു യുവതിയും അതിൻ്റെ കുട്ടി കാത്തിരിക്കുകയാണ്. ഒരു പക്ഷെ അവർ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് എല്ലാ 5 വക്തിനും ബാങ്ക് കേട്ട് ആ ബാങ്കിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടി. ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ മതവിരുദ്ധ അല്ലെങ്കിൽ മതങ്ങൾക്കെതിരെ വർഗീയത പരത്തുന്ന നിരവധി വീഡിയോകൾക്കിടയിലാണ് ഇത്രയും സന്തോഷമുള്ള ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ആരെങ്കിലും ഈ ഒരു വീഡിയോ മുൻപ് കണ്ട ആളുകളുണ്ടോ? ഒരു പക്ഷേ ഈ വീഡിയോ നേരത്തെ വൈറലായതാവാം, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വലിയ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അതായത് ബാങ്കുകളൊക്കെ മോശമാണെന്നും ശബ്ദമലിനീകരണമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഒരു ഹിന്ദു യുവതി വെറും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ ബാങ്കിനെ ഇത്ര സ്നേഹത്തോടെ ആദരവോടുകൂടി വീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളൊക്കെ പ്രചരിപ്പിക്കാനുള്ളതല്ലേ. ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണും. എന്താ അള്ള വിളിക്കാൻ സമയമായില്ല. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കും. അത് കേൾക്കാൻ വന്നിരിക്കട്ടോ. അല്ല അല്ലാന്നും പറഞ്ഞേ. എന്റെ നൈസ എടി അള്ള ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട്. എടുത്തു അല്ല എടേ എടാ ആടണ്ടോ? ഇതാ അവിടുന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാം. അത് കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നേരത്തെ കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണത് മുൻപ് കണ്ടതാണ് അല്ലെങ്കിൽ ഏത് വർഷത്തിൽ കണ്ടതാണ്. ഇന്നലെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ സന്തോഷം തോന്നിയൊരു കാഴ്ച ഈ ഒരു യുവതി പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ബാങ്ക് എന്നുള്ളത് എന്തൊരു നല്ല കൾച്ചറാണ്. അവർ ഏത് നാട്ടുകാരാണ് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചൊരു ഭർത്താവും ആ കുടുംബമൊക്കെ ഭാഗ്യമുള്ളവരാണ്. മറ്റുള്ള മതങ്ങൾ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ അറിയുന്ന ഒരു നല്ല മാതാപിതാക്കളുടെ മകളാണ്. ഒരു നല്ല കൾച്ചറിൽ വളർന്നൊരു യുവതിയാണ്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയാൻ കാരണം ഇന്ന് ബാങ്ക് കൊടുക്കുന്നതൊക്കെ ഒരു ശബ്ദമലിനീകരണമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. എവിടെയെങ്കിലും ബാങ്ക് അസ്വസ്ഥമായിട്ട് കൈകൾ കൊണ്ട് ഈ ചെവി പൊത്തുന്നവരിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയാൻ തുടങ്ങി ബാങ്കൊക്കെ എന്തിനാണ് മൈക്കയിൽ കൊടുക്കുന്നത്, ശബ്ദമലിനീകരണമല്ലേ എന്ന്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഇത് കാണുമ്പോൾ കാണുന്നവർക്ക് പോലും കേൾക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. സോഷ്യൽ മീഡിയയിലൊക്കെ മതവർഗീയത ഉണ്ടാക്കുന്ന എത്രയോ പോസ്റ്റുകൾ നമ്മൾ കാണലുണ്ട്. അതിനിടയിൽ ഇത്രയും സന്തോഷമുള്ള കാഴ്ചകൾ നമ്മൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? 2 ദിവസം മുൻപാണ് ഡൽഹിയിൽ വിമാനമിറങ്ങിയ തുഷാർ മേത്ത എന്നൊരു ഡോക്ടർ. ആ ഡോക്ടർ ഒരു ആപ്പിളിൻ്റെ ഒരു വാച്ച് അവിടെയുള്ള എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് സ്വാക്കിബ് എന്നൊരു മുസ്ലിം ഉദ്യോഗസ്ഥൻ തൻ്റെ വാച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇയാൾ എഴുതി. തുഷാർ മേത്ത ഒരു നല്ല ഡോക്ടറാണ്. ആ ഡോക്ടർ പറയാണ്, ഞാൻ വിദേശത്തു നിന്ന് വരുന്നു, അങ്ങനെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ലഗേജുകൾ പരിശോധിക്കുന്ന അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് സ്വാക്കിബ് എന്നുള്ള ഒരാൾ എൻ്റെ വാച്ച് നോക്കി ഇങ്ങനെ ഇരുന്നു. അത്യാവശ്യം വിലപിടിപ്പുള്ളൊരു വാച്ചാണ്. ആ വാച്ച് തന്ത്രപരമായിട്ട് അയാൾ കൈക്കലാക്കി. എന്നിട്ട് ഞാൻ ഒരുപാട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ തർക്കിച്ചു. അതിന് ശേഷമാണ് അയാൾ എനിക്ക് ആ വാച്ച് തന്നത് എന്നാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഇതെന്താ ലക്ഷ്യം? മുസ്ലിങ്ങൾ ഒരു പിടിച്ചുപറിക്കാരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, മോശക്കാരനാണ് എന്നൊരു വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാളിട്ടാൽ എല്ലാവരും വിശ്വസിക്കും. ഇതൊക്കെ അന്ന് ആ ഒരു സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തയും വന്നു. അപ്പോഴാണ് അവിടുത്തെ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി CCTV ഒക്കെ ചെക്ക് ചെയ്തു. ഈ മനുഷ്യൻ ഈ വാച്ചും കെട്ടി വരുന്നു, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നില്ല, ഒരു പ്രശ്നവും അയാൾക്ക് ഉണ്ടായിട്ടില്ല. ലഗേജുകളൊക്കെ ചെക്ക് ചെയ്യുന്നിടത്തും അയാൾ വാച്ചും കെട്ടി സുഖമായിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ വെറുതെ പച്ചക്കള്ളം സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അത് ആളുകളെ ഏറ്റുപിടിക്കുന്നു. എന്നിട്ട് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ റിപ്ലൈ കൊടുക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്. ഒടുവിൽ ഇയാൾ തടി തപ്പിയിട്ട് അതൊക്കെ ഡിലീറ്റാക്കി മുങ്ങി. അപ്പോൾ എത്രയോ പേര് ഡിലീറ്റാക്കിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു ഡോക്ടറായ ഒരാൾക്ക് പോലും മുസ്ലിം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്രയും ദുരനുഭവം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു കാലത്താണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും നല്ലൊരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറയണ്ടേ. എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് വേറെ ഒരുപാട് സബ്ജക്റ്റ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സന്തോഷം മറച്ചു വെക്കാൻ തോന്നിയില്ല. കാരണം നമ്മുടെ കോടതി പോലും പറഞ്ഞത് ഈ മൈക്കയിൽ ആരാധനാ കേന്ദ്രങ്ങളുടെ ഭാഗമായുള്ള ശബ്ദങ്ങൾ ഒരാചാരത്തിൻ്റെ ഭാഗമല്ല.
ഇപ്പോൾ പള്ളികളിൽ ഒക്കെ മൈക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്കും ആ ഒരു രീതികളൊക്കെ വരാൻ പോവുകയാണ്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ അതിലൊരു സംഗീതം കാണുക, അതൊരു സന്തോഷം കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്തൊന്നും അമ്പലമൊന്നും ഇല്ലെങ്കിലും രാവിലെ പുലർച്ചകനെ ശ്രദ്ധിച്ച് കേട്ടാൽ ഞങ്ങളുടെ നാട്ടിലെ കാളാച്ചാലിനപ്പുറത്തുള്ള മല്യാറാവിലത്തെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വാഹനങ്ങളൊക്കെ കുറവുള്ള ഒരു കാലത്ത് ആ പാട്ട് നിരന്തരം കേൾക്കുമായിരുന്നു. എന്തൊരു സന്തോഷമുള്ള ശബ്ദമാണ്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ആദരവും ബഹുമാനവും ഉള്ളത്. അല്ലാതെ അതിൽ അരോചകമായിട്ടോ അല്ലെങ്കിൽ ഒരു ശല്യമായിട്ടോ ഫീൽ ചെയ്യലില്ല. അങ്ങനെ ശല്യമായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾ എണ്ണം കൂടി വരികയാണ്. മുസ്ലിമായ ആളുകൾ പോലും പറയുന്നത് എന്തിനാ എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു നാട്ടിൽ കുറേ പള്ളികളുണ്ടെങ്കിൽ എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉള്ള ബാങ്കിനെ പോലും ശല്യമായിട്ട് കാണുന്ന ആളുകൾ വേറെ ചില ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പള്ളിയിൽ നിന്ന് ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഗുജറാത്തിലും അതേപോലെ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തത് കൊണ്ട് മാത്രം കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് വർഗീയമായ വാർത്തകൾ നമ്മൾ കാണലുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഹിന്ദു സഹോദരി ഇത്തരത്തിൽ ബാങ്കിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ പറയുന്നത്. ബാങ്ക് നല്ല ഈണത്തിൽ കൊടുത്താൽ കേൾക്കുന്നത് നല്ല സംഗീതം എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്തോ ഒരു മോശമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. നല്ല ഈണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കാനൊരു രസമാണ്. പ്രസിദ്ധമായൊരു കഥയുണ്ട്, സൂഫികൾ പറയുന്നൊരു കഥയാണ്. ഈജിപ്തിൽ ഫ്രഞ്ചുകാർ ഈജിപ്തിനെ കീഴടക്കിയ ഒരു സമയമാണ്. ഒരു ഫ്രഞ്ചിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഈജിപ്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സഹായമായിട്ട് ഒരു അറബ് ഈജിപ്ഷ്യൻ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ ഒരു നല്ല ബാങ്ക് കേട്ടൊരു പള്ളിയിൽ നിന്ന്. അപ്പോൾ ഈ ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ ഈ ഒരു അറബിയോട് ചോദിച്ചു, എന്താണ് ആ ശബ്ദം, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസികളെ വിളിക്കുന്നതാണ്, ബാങ്ക് കൊടുക്കുകയാണ്. ആ മനുഷ്യനിക്ക് ആ ഒരു ഫ്രഞ്ചുകാരന് ഭയങ്കര സന്തോഷം തോന്നി. എന്തൊരു രസമാണ് ആ വിളിക്കുന്നത് കാണാൻ. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ വാക്യം ഉച്ചരിക്കുന്നു, ഹബീബായ നബിയെ പറയുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതം ഉൾക്കൊള്ളണമെന്നുണ്ട്, ഞാൻ വിശ്വസിക്കാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഷഹാദത്തിലും ചൊല്ലിക്കൊടുത്തു. ആ ഒരു ഫ്രഞ്ചുകാരൻ ജഗം ചൊല്ലിയിട്ട് മുസ്ലിമായി. അങ്ങനെ അതൊരു ലുഹുർക്കാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ കുറേ പോയിട്ട് അസറാകുമ്പോൾ ഏതോ ഒരു ഗ്രാമീണ പള്ളിയിൽ നിന്ന് ഒട്ടും സൗന്ദര്യമില്ലാതെ സംഗീതാത്മകമല്ലാത്ത അരോചകമാവുന്ന രീതിയിലൊരു ബാങ്ക് കേട്ടു, ഒരു നാടൻ ബാങ്ക്. അപ്പോൾ ചോദിച്ചു, ആരാണ് അലറി കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതും ഒരു ബാങ്കാണ്, അതൊരു ഗ്രാമീണനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ നല്ല ഈണത്തിലൊന്നും ചെല്ലാൻ അറിയില്ല, എങ്കിലും എനിക്ക് ഈ മതം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത്രേ. അപ്പോൾ ഈ ഒരു ബാങ്കിന് വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ട്. ബാങ്ക് കേട്ടാൽ ഓരിയിടുന്ന പള്ളിക്കാട്ടിലെ എന്താ പറയുക, ഈ നരികളുണ്ട്, കുറുക്കന്മാരല്ല ശരിക്കത്, കുറുക്കന്മാരെല്ലാം പലരും പറഞ്ഞാണ് ആ പള്ളിക്കാട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ഓരിയിടുന്നത് കുറുക്കന്മാരാണെന്ന്. കുറുക്കന്മാരൊക്കെ ഒരു അപൂർവ ജീവികളാണ്, വളരെ കുറവാണ്, കാണാൻ തന്നെ ഇല്ല, കാഴ്ചകളാവി പോകണം. പലരുടെയും ധാരണ ഈ കോഴിനെ പിടിക്കുന്നത് കുറുക്കനാണ്. കുറുക്കൻ ഒരു സസ്യബുക്കാണെന്ന് എത്ര പേർക്കറിയാം? കുറുക്കൻ ജീവനുള്ളതിനെ പിടിക്കൂല. കുറുക്കൻ്റെ ഏറ്റവും ഇഷ്ടം മുന്തിരി, ചക്കരമത്ത, വെജിറ്റബിൾ ജീവിയാണ് കുറുക്കൻ. കുറുക്കൻ നായയുടെ വർഗ്ഗത്തിൽ പെട്ടതല്ലല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബ് പ്രകാരം കുറുക്കനെ തിന്നാന്നാണ്, നായനെ തിന്നാൻ പാടില്ല കേട്ടോ. ഒരു മദ്ഹബിലും നായനെ തിന്നാൻ പാടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് കുറുക്കൻ്റെ കാര്യം. ഈ കുറുക്കനാണെന്ന് കരുതിയിട്ട് നമ്മൾ ഈ കോയിനെ പിടിക്കണ, കോഴിക്കുട്ടിക്ക് ഇങ്ങനെ നോക്കണ കുറുക്കൻ, അത് കഥയിലത്തെ കുറുക്കനാണ്. ശരിക്കുള്ള കുറുക്കൻ സസ്യബുക്കാണ്, മാംസബുക്കല്ല. അത് നായവർഗ്ഗത്തിൽ പെടുന്ന, സ്പീഷീസിൽ പെടുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ മുള്ളൻപന്നി പോലെ, മുള്ളൻപന്നി എന്ന് കേട്ടൊന്നും പന്നി വർഗ്ഗത്തിൽപ്പെട്ടാണ്, മുയൽ വർഗ്ഗത്തിൽപ്പെട്ട ജീവിയാണ് മുള്ളൻപന്നി. മുള്ളൻപന്നിനെ തിന്നാലോ? മുള്ളൻപന്നി പന്നി വർഗ്ഗത്തിൽ പെടുന്ന ഒന്നല്ല. മുള്ളൻപന്നി മേത്ത് മുള്ളുണ്ട് എന്നുള്ളൂ, അതൊരു മുയലാണ്. അതിങ്ങനെ കുടഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകളുടെ പേത്ത്, അത് നല്ല ഔഷധമാണ്, അത് മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. മരുന്ന് കടയിൽ പോയാൽ ഇതിൻ്റെ മുള്ളൻപന്നിയുടെ മുള്ള് കിട്ടും. എൻ്റെ വീടിനടുത്തൊക്കെ മുള്ളൻപന്നിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, മുള്ളൻപന്നിനെ വെച്ചിട്ടുണ്ട്, തിന്നണമെങ്കിൽ പോരെയെന്ന് പറയും. അപ്പോൾ അതൊക്കെ യഥേഷ്ടമുണ്ട്. അപ്പോൾ മുള്ളൻപന്നി എന്നൊരു പന്നിയേ അല്ല, അത് മുയലാണ്. പക്ഷെ നമ്മുടെ പ്രയോഗം എന്തായിപ്പോയി, മുള്ളൻ പന്നിയായി. അതിൽ പെട്ടൊരു സാധനമാണ് ഈ പാവം കുറുക്കൻ. കുറുക്കൻ ഒരു സസ്യബുക്കാണ്. ഒരു പക്ഷേ ഞാനും ആദ്യം കരുതിയിരുന്നത് കുറുക്കനാണ് ഈ കോയിനെ പിടിക്കണമെന്നാണ്. അത് വേറൊരു നായിൻ്റെയും കുറുക്കൻ്റെ ഇടയിലുള്ള വേറൊരു വർഗ്ഗമുണ്ട്, ഒരു കുറുനരി പോലത്തെ ഒരു സാധനം. ഈ ഒരു നരിവർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ് ഈ കോയിനെ പിടിച്ചുകൊണ്ട് പോണതും പള്ളിക്കാട്ടിൽ നിന്ന് ഓരിയിടുന്നതും. കുറുക്കന്മാർ വളരെ റയറാണ്, അവരുടെ എണ്ണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. കേരളത്തിലുള്ള പഠനത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് കുറുക്കന്മാരിന് ഇല്ലാതാവുക എന്നുള്ളതാണ്. ഞാൻ ഈ ബാങ്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുറുക്കൻ്റെ വിഷയങ്ങൾ പറഞ്ഞത്. ബാങ്ക് നല്ല രസമാണ്. നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കണം. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാർ ഒരു പക്ഷേ ശാരീരികമായി വയ്യാത്ത ആളുകളോ വലിയ അറിവില്ലാത്ത ആളുകളൊക്കെയാണ് പണ്ടൊക്കെ മുഅദ്ദിനായിട്ട് വെച്ചിരുന്നത്. ഇന്നതൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് തോന്നുന്നത്. ഏതായാലും അതിന് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകളെ പള്ളിയിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാങ്ക് ഒരു സംഗീതാത്മകമായിട്ട് തോന്നും, നമുക്കിതിനെ കേട്ടിരിക്കാൻ തോന്നും. നമ്മുടെ നാടൻ പള്ളികളിലെ ബാങ്കൊക്കെ എന്തോ ഒരു ഇതുപോലത്തെ ഒരു രീതിയിലുള്ള ബാങ്കാണ്. ബാങ്കിന് രീതി വേണമെന്നുള്ള അഭിപ്രായക്കാരനൊന്നും അല്ലെങ്കിലും കേൾക്കുമ്പോൾ ഒരു ഈണം വേണ്ടേ?
ഖുർആനാണെങ്കിലും ഓതുമ്പോൾ ഒരു ഈണത്തിൽ ഓതുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. ഏതായാലും ഈ സ്ത്രീയുടെ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഏറ്റവും സന്തോഷമായത് അവർ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നിടത്താണ്. നല്ല സന്തോഷമുള്ള കാഴ്ചകൾ, ഇത്തരം വീഡിയോകളാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്, ആളുകൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത്. ഏതായാലും ആ ഒരു യുവതിക്ക് ജീവിതത്തിൽ മുഴുവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.